ജയചന്ദ്രൻ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണോ SDPIക്ക് പുറകെ വെൽഫെയർ പാർട്ടിയും UDFിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ 19 സീറ്റും UDFിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണല്ലോ. വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇല്ലാതെ അത് സാധ്യമാകില്ല എന്ന് നമുക്കറിയാം. ഇത്തവണയും ആ സമാന സാഹചര്യം ഉണ്ട് എന്ന് ആശങ്കപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം ഈ പിന്തുണ കൊണ്ട് ശ്രീ ജയചന്ദ്രൻ കാണുന്നുണ്ടോ? ചക്ക വീണ് മുയൽ ചത്ത കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ചക്ക വീണാലും മുയൽ ചാകുമോ? ഇല്ലെന്നുള്ള അനുഭവം UDF തന്നെ മുൻപുണ്ടല്ലോ. 2019 കാര്യം താങ്കൾ പറഞ്ഞതൊക്കെ ശരി, സമ്മതിച്ചു. അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ആർക്കാണ് പിന്തുണ കൊടുത്തത്? UDFിനായിരുന്നല്ലോ. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി ആർക്കാണ് പിന്തുണ കൊടുത്തിരുന്നത്? UDFിനായിരുന്നല്ലോ. അന്നൊന്നും മുയൽ ചത്തില്ല. അത് ചരിത്രമാണ്. അത് ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തതുകൊണ്ട് എപ്പോൾ ചക്ക വീണാലും മുയൽ ചാകും എന്ന് സങ്കല്പിക്കാം, പ്രതീക്ഷിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ പല അടരുകളിൽ അങ്ങനെ സംഭവിക്കുന്നതല്ലേ. പക്ഷേ ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ. വെൽഫെയർ പാർട്ടി രൂപപ്പെടുന്നതിന് 2011 ഏപ്രിൽ 18. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 13 വർഷം പൂർത്തിയാകും. അപ്പോൾ അതിനു മുൻപ് ഇങ്ങനൊരു രാഷ്ട്രീയ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നില്ല. ആ തരത്തിൽ ഡെമോക്രാറ്റിക്കായിട്ട് ഇന്ത്യയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിലേക്ക് ഇവർ വരുന്നത് 2011 ഏപ്രിൽ 18 ശേഷമാണ്. കേരളത്തിലെ ദേശീയ തലത്തിലുണ്ട്, കേരളത്തിൽ നമ്മൾ കാണുന്ന അപ്പോഴാണല്ലോ. പക്ഷേ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പാർട്ടിയുടെ ഈ ഐഡിയോളജി അതാണല്ലോ ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എക്കാലവും ജമാഅത്തെ ഇസ്ലാമി പിൻപറ്റുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു തിയറിയുണ്ട്. ആ തിയറിയാണ് ഇവരുടെ ബേസായിട്ട് നിൽക്കുന്നത്. അതവർ മറച്ചു വെക്കാറില്ല. കാര്യം അവരുടെ ഐഡിയോളജി അവരെന്തിനാണ് മറച്ചു വെക്കുന്നത്? മൗദൂദിസം ഒരിക്കലും മറഞ്ഞിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയല്ല. അത് ഡയറക്റ്റാണ്. അവരുടെ ഐഡിയോളജിക്കൽ ഓപ്പോസിഷനും ഐഡിയോളജിക്കൽ അലയൻസും ഒക്കെ അവർ മറച്ചു വെച്ചിട്ടല്ല ചെയ്യാറുള്ളത് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ആരെയും പിന്തുണയ്ക്കാനുള്ള അവകാശമുണ്ട്. അതവർ ചെയ്യുന്നതിൽ അവരെ തെറ്റു പറയാനും കഴിയില്ല. അവർ രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവരെ തെറ്റു പറയേണ്ട കാര്യം എന്താണുള്ളത്? പക്ഷെ കോൺഗ്രസ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം ഉയരുന്നത്. ആ ചോദ്യം ഉയരുമ്പോഴേക്ക് അതിനെ നമുക്ക് കാണുന്നത് അവർ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വെൽഫെയർ പാർട്ടിയിൽ കൂടെ കഴിയും എന്നും ആ പ്രതിനിധാനം കുറച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവും ഒക്കെയുണ്ട്. SDPIയെ രഹസ്യമായി കൂടെ നിർത്തുന്നതിനും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇപ്പോൾ അവർ തരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നതിലും ഒക്കെ വരുന്ന കാര്യം അതാണ്. ഞാൻ വെൽഫെയർ പാർട്ടി അല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അവർ അവകാശം വിനിയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്, അതുണ്ട്. പക്ഷെ അത് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ എംഫാറ്റിക്കലി അടിവരയിട്ട് പറയുന്നത്. അവർക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇറോഷനുണ്ട്, വിശ്വാസരാഹിത്യമാണ്. വോട്ട് ചോർച്ചയല്ല, അത് വിശ്വാസരാഹിത്യമാണ്. ഇപ്പം വെൽഫെയർ പാർട്ടി തന്നെ BJPയുടെ ദേശീയ തലത്തിലുള്ള അക്രമാസക്തമായൊരു മുന്നേറ്റത്തിനെ കുറിച്ച് അവരുടെ ഇന്നത്തെ പ്രസ്താവനയിൽ അവർ പറയുന്നുണ്ടത്. അവർക്ക് അവരുടെ നിലപാട് അതാണ്. ആ നിലപാടിനെതിരായിട്ടാണ് അവർ ഇന്ത്യ മുന്നണിക്കകത്ത് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് കേരളത്തിൽ പിന്തുണ കൊടുക്കുന്നുവെന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഈ പറയുന്ന വിശ്വാസരാഹിത്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. ഹിന്ദുത്വമാണ് കോൺഗ്രസിന്റെ സമീപനം എന്ന് മുസ്ലിം സമുദായത്തിന് വിശ്വസിക്കത്തക്ക നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്ന് ആ മേഖലയിൽ വ്യാപകമായ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഒരു വിശ്വാസരാഹിത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വോട്ട് ചോർച്ച അത് കാണുന്നുണ്ട്. കോൺഗ്രസ് നന്നായിട്ട് കാണുന്നുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലാണോ അവർക്ക് ഈ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആരോടൊക്കെയാണോ അതൊക്കെ അവർ ഉണ്ടാക്കും. അപ്പോൾ അതാണല്ലോ SDPI ഈ അലയൻസ് ഉണ്ടായതിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ നേരത്തെ. അത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിലെങ്കിലും ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് അവരുടെ ചില ഡിമാൻഡ്സ് അവർ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഞാനത് ചർച്ചയിൽ ന്യൂസ് 18 ചർച്ചയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഇല്ലെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. അതിരിക്കട്ടെ, അതിന് വരാനിരിക്കുന്ന കാര്യമാണല്ലോ. അതങ്ങനെ ഉണ്ട്. അത്തരത്തിലുള്ള
വിട്ടുവീഴ്ചകളില്ലാതെ രാഷ്ട്രീയത്തിൽ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. ഇങ്ങോട്ടൊരു പിന്തുണ തരണമെങ്കിൽ അങ്ങോട്ടൊരു പിന്തുണ വാഗ്ദാനമെങ്കിലും കൊടുക്കണം. ആ വാഗ്ദാനം നടപ്പിലാവുന്നോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം കേവല വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തിനകത്തുണ്ടായ വിശ്വാസരാഹിത്യം തങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഈ ചോർച്ചയെ, രാഷ്ട്രീയ വോട്ടുകളുടെ ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ആശങ്കയിൽ നിന്നാണ് ഈ അലയൻസ് ഉണ്ടായിട്ടുള്ളത്.